പ്രതിഭ, ഈ ഭാസ്കരക്കാരനവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഷെറിൻ എന്ന കൊലയാളി, അദ്ദേഹത്തെ കൊന്നത് ഷെറിനാണ്, അതിൻ്റെ ഒന്നാം പ്രതിയാണ്. ഈ ഷെറിൻ പുറത്തിറങ്ങുന്നതിൽ സർക്കാരിൻ്റെ കൂടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം പ്രകാരം അവർക്ക് ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുന്നു. അത് ഘടകകക്ഷിയിലെ ഒരു മന്ത്രിയാണ് അതിൻ്റെ പിന്നിൽ എന്ന് കഥ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഷെറിനെ വിട്ടയക്കുന്നതിലൂടെ ഭരണപക്ഷം CPM മറ്റൊരു വൻ ഓപ്പറേഷൻ്റെ പദ്ധതിയാണ് ഇടുന്നതെന്നും സംസാരമുണ്ട്. അതായത് TP വധക്കേസിലെ പ്രതികളായ കൊടിസുനി ഉൾപ്പെടെയുള്ള, കൃമാണി മനോജ് ഉൾപ്പെടെയുള്ളവരെയൊക്കെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ തുടക്കം. ഈ രീതിയിൽ ഷെറിൻ ഇറങ്ങിയെങ്കിൽ ആ വഴിയിലൂടെ, ഷെറിനിലൂടെ ഇവർ വെട്ടി തെളിച്ച വഴിയിലൂടെ TP വധക്കേസിലെ പ്രതികളെ ഇറക്കുക എന്നൊരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും, അല്ലേ? അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് അതിബുദ്ധിയൊന്നുമല്ല, സ്വാഭാവികമായി ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ ചിന്തിക്കുന്നതല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്ത് തോന്നുന്നു? അതിപ്പോൾ ഈ TP ചന്ദ്രശേഖരൻ വധത്തിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് അവർക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന് കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പരോൾ അനുവദിക്കുക. അത് ഒരു തടവുള്ളിയുടെ മനുഷ്യാവകാശങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം അല്ലെങ്കിൽ ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരോൾ കൊടുക്കും. എന്നല്ലാതെ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായ വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് ജഡ്ജി ഇത് വിധിച്ചത്. എന്നിട്ട് പോലും TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് അവരെ സർക്കാരിൻ്റെ ചില പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്തു വിടാൻ ഒരു അധികാരം, സർക്കാരിൻ്റെ ആനുകൂല്യം. അതായത് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ 10 വർഷത്തിലധികം ജയിലിൽ അത് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ജയിൽ നല്ല നടക്കുക എന്ന് പറയും. അതായത് ജയിലിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അയാൾക്കൊരു മാനസാന്തരം വന്നൊന്നും തരത്തില്ല. അതായത് ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യമായാലും പശ്ചാത്താപം ഉണ്ടാവുകയും വീണ്ടും ജയിലിൽ അയാൾ വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും. അതിനാണ് നല്ല നടപ്പെന്ന് പറയുന്നത്. തീർച്ചയായും ജയിലിൽ അതിനു വേണ്ടിയാണ് വിടുന്നത്. അതെ. അപ്പോൾ ആ നല്ല നടപ്പിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ആളുകളെ ശിക്ഷാ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടാൻ സർക്കാരിനൊരു പരമാധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധത്തിലെ പലരെയും പുറത്തേക്ക് ശിക്ഷാ ഇളവ് ചെയ്യാൻ വേണ്ടി ജയിൽ DGP സർക്കാരിന് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് ഞാൻ ഈ പറയുന്നത് ഒരു 5-6 മാസം മുമ്പുള്ള കാര്യമാണ്. അന്ന് നമ്മുടെ പ്രതിപക്ഷ MLA-മാരിൽ ഇപ്പോൾ KK രമ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം അറിയാലോ. TP ചന്ദ്രശേഖരൻ്റെ പത്നിയാണല്ലോ KK രമ. KK രമ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിനെതിരെ പ്രക്ഷോഭമായിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതന്ന് ജയിൽ DGPക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് പറഞ്ഞിട്ട് ആ പരിപാടി നടന്നില്ല. അതെ, അത് നടന്നില്ല, മാറ്റി കളയേണ്ടി വന്നു. അപ്പോൾ സർക്കാർ അന്നും ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പും ഈ ജയിൽ വിഭാഗവും ഒക്കെ അവർക്ക് തെറ്റുപറ്റിയിട്ട് ഒരു റിപ്പോർട്ട് പിണറായി വിജയൻ അയക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അയച്ചതാണ്. അപ്പോൾ അത് അല്ലെ ആ താല്പര്യം പിണറായി വിജയൻ്റെയാണ്. അല്ല, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ അറിഞ്ഞുകൊണ്ട് അവരുടെ തീരുമാനമാണ് ഇവർ നടപ്പാക്കുന്നത്, അല്ലേ? കേരളത്തിലെ ഒരു സാധാരണ പോലീസ് ഓഫീസർ വരെ ഏതെങ്കിലും തരത്തിൽ നയപരമായ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ തീരുമാനമാണ്. അല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് ഒരു പറ്റില്ല. ആ ഒരു അത് ആര് ഭരിച്ചാലും നടക്കില്ലേ, നടക്കില്ലേ? നമുക്കറിയാം. ഇവിടെയാണ് ഇങ്ങനെ ഒരു നേരത്തെ തീരുമാനം ഉണ്ടാകുന്നത്, തിരുത്തപ്പെട്ടു. അപ്പോൾ ഈ കാരണവർ വധവുമായി ബന്ധപ്പെട്ട് കാരണവരുടെ മരുമോൾ ഷെറിൻ അറിയാമല്ലോ. ഷെറിനും ഷെറിൻ്റെ 3 കൂട്ടാളികളും ചേർന്നിട്ട് കാരണവരെ കൊലപ്പെടുത്തുന്നു. അത് ആസൂത്രിതമായിട്ട്, അതായത് പോലീസ് അത് വളരെ ജാഗ്രതയോടുകൂടി കുറ്റമറ്റ രീതിയിൽ തെളിയിച്ചു. 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ച കേരളത്തിലെ അപൂർവമായിട്ടുള്ളൊരു കേസിൽ ഒന്നാണത്. അതായത് 2009 നവംബറിൽ കേസിന് നടക്കുന്നു, ഇയാൾ കൊല്ലപ്പെടുന്നു, കാരണവർ കൊല്ലപ്പെടുന്നു. 2009 ജൂൺ മാസത്തിൽ തന്നെ ഇതിൻ്റെ വിചാരണയും ശിക്ഷാവിധിയെല്ലാം പൂർത്തിയായി. 3 ജീവപര്യന്തമാണ് ഷെറിന് കൊടുത്തത്, മറ്റു കൂട്ടാളികൾക്ക് 2 ജീവപര്യന്തം. അവർ വേറെ ജയിലിൽ. ഇപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ തന്നെ ഷെറിനെ പല ജയിലും മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ല, അവരുടെ സ്വഭാവ രീതി കൊണ്ട് അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, അട്ടക്കുളങ്ങരയിൽ നിന്ന് കണ്ണൂരേക്ക് മാറ്റിയിട്ടുണ്ട്, വിയ്യൂർ കൊണ്ടുപോയി. അങ്ങനെ അവിടെ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാക്കി. ഈ അട്ടക്കുളങ്ങര കിടക്കുമ്പോൾ സഹതടവുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടാണ് പിന്നെ അങ്ങോട്ട് മാറ്റിയത്. അങ്ങോട്ട് മാറ്റുമ്പോൾ അവിടെ ചെന്നപ്പോൾ വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജയിലിലെ ഡോക്ടർ ഇവർക്ക് കുട അനുവദിച്ചു. ഈ കുട ചൂടിയിട്ട് ജയിലിൻ്റെ അകത്തേക്കൊക്കെ പുറത്തൊക്കെ എങ്ങനെ നടക്കുകയെന്ന് പറഞ്ഞാൽ മറ്റു തടവുകാർക്ക് അത് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ വന്നപ്പോൾ പിന്നീട് അവരുടെ പ്രശ്നം ഉണ്ടായപ്പോൾ കണ്ണൂർക്ക് വിടേണ്ടി വന്നു. കണ്ണൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, ബ്യൂട്ടീഷ്യൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജയിലിൽ വേണം എന്നുള്ള രീതിയൊക്കെ ഇവർ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതൊന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പുറത്ത് കഴിഞ്ഞാൽ പോരെ.
പുറമേ നമ്മൾ ജീവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ജയിലിൽ കിട്ടും എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല പ്രതികളൊക്കെ അങ്ങനെ കഴിയണമെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കണത്. സർക്കാരിന് താല്പര്യമുള്ള ചില ആളുകളൊക്കെ ജയിലിൽ അങ്ങനെ തന്നെ ഈ കേസിലെ പ്രതികളൊക്കെ ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു പറയുന്നു. അവർക്ക് മൊബൈൽ ഫോണും വരെയുള്ള കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലോ. ജയിൽ വാർഡിനെ തല്ലിയതിന്റെ പേരിൽ ഒരാളെ ജയിലിൽ കണ്ണൂർ ജയിലിൽ നിന്ന് മാറ്റി അടുത്ത വേറെ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംസാരിച്ച് വരും നമ്മൾ പറഞ്ഞ. അപ്പോൾ ഈ ഷെറിൻ ഇങ്ങനെയൊരു ക്യാരക്ടറാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ ഉപരിയായിട്ട് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ നല്ല നടപ്പിന് ആനുകൂല്യം കിട്ടുന്ന ആളുകളെ സർക്കാരിന് മോചിപ്പിക്കാം എന്നുള്ളൊരു മാനുഷികമായിട്ടൊരു വശം പറയുന്നുണ്ട്. ശരി, സമ്മതിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ജയിലുകളിലും കിടക്കുന്ന വനിതകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട് വേണം ഈ ജീവപര്യന്ത ശിക്ഷയ്ക്ക് ഇപ്പോൾ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ താരതമ്യേന പ്രായം കുറഞ്ഞ ആളാണ് ഷെറിൻ. ഇവരെക്കാൾ പ്രായമുള്ള രോഗികളായിട്ടുള്ള വൃദ്ധകളായിട്ടുള്ള നിരവധി പേരുണ്ട്, രോഗികളായിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ ആദ്യം മോചിപ്പിക്കേണ്ടത്. അവർ നല്ല നടപ്പിൻ്റെ ആനുകൂല്യം കിട്ടിയ ആളുകൾ തന്നെയാണ്. അത് ഇങ്ങനെ ചെയ്യാതെ ഇവർ മാത്രം ഈ ആനുകൂല്യം കൊടുത്ത് പുറത്ത് വിടുന്നത് നമ്മുടെ ഈ മന്ത്രിസഭയിലെ ഒരു ഘടകകക്ഷി മന്ത്രിയുടെ താല്പര്യം കൊണ്ടാണ്. തെക്കൻ ജില്ലക്കാരനായ ഒരു മന്ത്രി ഒരു പ്രമാദമായിട്ടുള്ളൊരു കേസിൽ ആ ഒരു നല്ല പ്രതിഭ. അത് നമ്മൾ പേര് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാല ഒരു പ്രമുഖ ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഗണേഷ് കുമാറാണ് മന്ത്രി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതെ, അത് അവർ പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ ഗണേഷ് കുമാറിന്റെ സ്ത്രീ വിഷയം ഒരു വിഷയമേ അല്ല അദ്ദേഹത്തിന്. അദ്ദേഹം പക്ഷേ ഇതിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു സംശയം, പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു സംശയം, ഒരു ഘടകകക്ഷി പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഭരണത്തിലിരിക്കുന്ന CPM-ഉം അദ്ദേഹം മുഖ്യമന്ത്രിയൊന്നും തീരുമാനമെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഘടകകക്ഷി മന്ത്രിയുടെ ഒരു സമ്മർദ്ദം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകകക്ഷി മന്ത്രി മന്ത്രിസഭയിൽ നിന്ന് പോയാലും സർക്കാർ രാജിവെക്കാനോ താഴെ വിടാനോ ഒന്നും പോണില്ല. അത് ഒരേ ഒരു അംഗം മാത്രമേ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് തന്നെ ഒരു ഘടകകക്ഷി മന്ത്രി ഏതെങ്കിലും തരത്തിൽ ഷെറിനെ പുറത്ത് വിടണം എന്നൊരു സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളോ കേൾക്കുന്ന ആളോ അനുസരിക്കുന്ന ആളല്ല പിണറായി വിജയൻ, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഒരു തീരുമാനം കഴിഞ്ഞ ചൊവ്വാഴ്ച മന്ത്രിസഭാ യോഗത്തിലാണ് ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനം എടുത്തേക്കുന്നത്. അത് ജയിൽ ഉപദേശക സമിതിയുടെ 3 പേര്, ലതിക, പിന്നെ ഒരു സജില, CPM പാർട്ടിക്കാർ എല്ലാവരും അവർ തന്നെയാണല്ലോ. അപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ടും ജയിൽ DGPയുടെ റിപ്പോർട്ടും ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവർ തീരുമാനം. ശശിക്കും നിർണായക പങ്കുണ്ടാകും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു തീരുമാനം അവിടെ എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വേറൊരു നൂലാമല എന്ന് പറഞ്ഞാൽ ഇത് മന്ത്രിസഭാ യോഗത്തിൽ മാത്രം തീരുമാനം എടുത്തത് നടപ്പാകില്ല. ഗവർണർ ഒപ്പിടണം. തീർച്ചയായിട്ടും ഗവർണർ ഒപ്പിടുമ്പോൾ ഈ ഗവർണർ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. കാരണം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ നല്ല നടപ്പിൻ്റെ ആനുകൂല്യം കൊടുത്ത് പുറത്തേക്ക് വിടുന്നുണ്ടെന്നുള്ള കാര്യം ഗവർണർക്ക് അറിയാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതിനു മുമ്പ് ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിച്ച ആളുകൾക്ക് ഈ നല്ല നടപ്പ് ആനുകൂല്യം കൊടുത്ത് വിട്ട ആളുകളുടെയൊക്കെ ലിസ്റ്റ് എടുക്കുകയാണ്. തീർച്ചയായിട്ടും. അങ്ങനെ പോയവർ എത്ര പേര്, ഏത് തരത്തിലുള്ള ആളുകൾ എന്നുള്ളത് ഗവർണർ എടുത്തു കഴിഞ്ഞു. മാത്രമല്ല ഗവർണർ ആർലേക്കർ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. തീർച്ചയായിട്ടും. BJPയുടെ RSSന്റെ പ്രമുഖ നേതാവാണ്. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ഒരാളാണ്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ തലവേദനകൾ ഉണ്ടാക്കിയ ആളാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ വെറും ഒരു മൂർഖൻ ആയിട്ട് ഉപമിക്കാന്നുണ്ടെങ്കിൽ ആർലേക്കർ രാജവമ്പാലയാണ്. തീർച്ചയായിട്ടും. വലിയ വലിയ ഉദ്ദേശങ്ങളോട് കൂടി തന്നെ അത് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ആർലേക്കറെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗവർണറായിട്ട് നിയമിച്ചിരിക്കുന്നത്. യാതൊരു തർക്കമില്ല. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് വരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. BJPക്ക് ഇനിയും നിയമസഭയിൽ ഒരു ടിക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. രാജഗോപാലിന്റെ കാര്യം മറന്നു പോകുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആർലേക്കർക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്, പങ്കുണ്ട്. അപ്പോൾ ഈ സമയത്ത് പിണറായി വിജയൻ കൊണ്ടു ചെല്ലുന്ന ഒരു പേപ്പറും കണ്ണടച്ച് ഒപ്പിടാൻ ആർലേക്കർ തയ്യാറാവില്ല. മാത്രമല്ല ആർലേക്കർ ഗവർണറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുമ്പോൾ തന്നെ രാജ്ഭവനിൽ ഗവർണറുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ റീഅറേഞ്ച് ചെയ്യണ്ടായി പിണറായി വിജയൻ. അവരെയൊക്കെ മാറ്റിയിട്ട് തന്റെ പോക്കറ്റിൽ ഇരിക്കുന്നവരെയൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടി പിറ്റേ ദിവസം ADGP MR മനോജ് അബ്രഹാമിനെ വിളിച്ചു വരുത്തിയിട്ട് അത് പുനഃസ്ഥാപിക്കാൻ പറഞ്ഞു. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിണറായി വിജയന്റെ കരണമോച്ചൊരു അടി കൊടുത്തിട്ടാണ് കയറിയിരുന്നത്. അങ്ങനെയുള്ള ഗവർണർ ഇപ്പൊ പിണറായി വിജയൻ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന ഈ ഷെറിനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു ഫയൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പഠിക്കാതെ ആർലേക്കർ ഒരു കാരണവശാലും ഒപ്പിടില്ല. ഇത് പിണറായി വിജയനും അറിയാം. അപ്പൊ ഇതൊരു എന്താ പറയുക, ഇതൊരു പൈലറ്റ് എപ്പിസോഡാണ് ഷെറിന്റെ. കാരണം
ഇത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 6 ഏക്കർ ഒപ്പിടുന്നു ഗവർണർ ഒപ്പിടുന്നു എങ്കിൽ ഇതിന് പുറകെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പുറത്തേക്ക് വിടാൻ പറ്റിയ ആളുകളെ ഘട്ടം ഘട്ടമായിട്ട് വിടാൻ സർക്കാരിനൊരു തീരുമാനം കൈക്കൊള്ളാൻ പറ്റും. ഗവർണർ ആ കാര്യത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇഷ്ടം പോലെ വിടാൻ പറ്റും. CPI ഏറ്റവും വലിയ തലവേദന അത് തന്നെയാണ്, ഇവരകത്ത് കിടക്കുന്നത് തന്നെയാണ്. കാരണം ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാ എന്ന് തനിക്കറിയാമെന്ന് KK രമ പറയുന്നത് പോലെ, അത് TP വധത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ തനിക്കറിയാമെന്ന് KK രമ പറയുന്നത് പോലെ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു, ആ നമ്പറിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയുമ്പോൾ ആ നമ്പറിന് ഉടമസ്ഥൻ ആരാണെന്നും KK രമയ്ക്ക് അറിയാം, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും അറിയാം. ഈ സംഭവം, ഈ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാമെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും ഭയപ്പാടിലാണ്. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അകത്ത് കിടക്കുന്ന ആളുകൾ ഏത് നിമിഷവും അവരുടെ സുഖസൗകര്യങ്ങൾക്ക് കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കരാറിന് വിഭിന്നമായിട്ട് ഇവർ പെരുമാറുകയാണെങ്കിൽ ആ മാസ്റ്റർ ബ്രെയിൻ ആരാന്ന് അവർ എന്നെ വിളിച്ചു പറയും. അല്ല പ്രതിഭ, ഇതിലേ എനിക്കൊരു ചെറിയ കാര്യം തോന്നിയത്, ഇങ്ങനെ ഈ ഷെറിൻ്റെ കേസ് പിന്നെ ഈ പറയുന്ന മന്ത്രി ഗണേഷ് കുമാർ അവതരിപ്പിക്കുന്നു, അതിൽ തങ്ങൾക്ക് വല്ല നേട്ടമുണ്ടോ എന്ന് CPM നോക്കിയിട്ട് തന്നെയാണ് CPM ഈ TP കേസിലെ പ്രതികളെ വിടുന്നതിന് തങ്ങൾക്കൊരു നേട്ടം, തങ്ങൾക്ക് ഇതുവഴി നേട്ടമുണ്ടോ എന്ന് നോക്കിയിട്ട് CPM പോലൊരു പാർട്ടി ഇതിന് ഇറങ്ങും എന്ന് തീർച്ചയാണ്. അല്ല, അത് തന്നെയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. കാരണം അതിപ്പോൾ ഈ നമ്മൾ പറയില്ലേ, നേരത്തെയൊക്കെ ഇങ്ങനെ ഒരു നാടൻ ഭാഷയുണ്ട്, അതായത് അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ചു എന്ന് പറയുന്ന പോലെ ഷെറിനെ മുൻപിൽ നിർത്തിയിട്ട് കളിക്കുന്നത്. തീർച്ചയായും അതിൽ തങ്ങൾക്ക് എന്ത് നേട്ടമുണ്ട് അതിങ്ങനെ തീർച്ചയായിട്ടും ആ ഒരു വക്രബുദ്ധി തീർച്ചയായും ഞങ്ങൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് CPMന് താല്പര്യം ഉണ്ടായത് നമ്മൾ അങ്ങനെ തീരുമാനം എടുത്തല്ലേ. നീ നോക്കൂ, ഈ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു പ്രതിയെ നമ്മൾ ആദ്യം വിട്ടയച്ചു, ഒരു വനിതയെ വിട്ടയച്ചു. അതെ, അപ്പം അതിന് പുറകെ എല്ലാവർക്കും ഈ അതിപ്പോൾ നമ്മൾ ഗവർണർ ഇപ്പം നോക്കിയെന്ന് പറഞ്ഞില്ലേ, പ്രീവിയസ് ആയിട്ട് ആരെയൊക്കെ എങ്ങനെ വിട്ടിട്ടുണ്ട് എന്നൊരു റെക്കോർഡ്സ് ഇപ്പം അങ്ങനെയാണല്ലോ, ചില കേസുകളിലൊക്കെ അങ്ങനെ വരുമല്ലോ. ഇപ്പോൾ കോടതിയിൽ തന്നെ അത്തരത്തിൽ പല വിധികളും വരും. സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു വിധിയുണ്ട്, ആ വിധി പരിശോധിക്കാൻ ചെയ്യാറുണ്ട്, ബാക്ക് ഫയൽ നോക്കിയിട്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്ക് ഫയൽ നോക്കുമ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇവർക്ക് പോകാനൊരു വഴി, അതാ നമ്മുടെ ചർച്ചയിൽ തുടങ്ങിയപ്പോൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചോദിച്ചാൽ ഇത് തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചത് ഈ രാഷ്ട്രീയക്കാരുടെ താല്പര്യം തന്നെയാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ മതപുരോഹിതന്മാരോ അല്ലെങ്കിൽ മതത്തിൻ്റെ അനുവർത്തികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പുറത്തിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് തിരികെ വരാം. അതായത് TP കേസിലെ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള വഴി തുറക്കാനാണ് ഇത് എന്നാണ് നമ്മൾ സംസാരിച്ചത്. അതിനിടയ്ക്ക് ഞാൻ കയറി സംസാരിച്ചത്. എന്തായാലും പറയും ബാക്കി. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ ഈ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടി ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണമൊക്കെ വന്നേക്കണത്. അതിന് യാതൊരു തർക്കമില്ല. അത് എനിക്ക് തോന്നണേ 85-ലോ 80-ലോ ഒറ്റയാണ് ഇത് നിയമം ഇങ്ങനെ പരിഷ്കരിക്കപ്പെട്ടേക്കുന്നത്. അതിനുശേഷമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് നല്ല നടപ്പിൻ്റെ ആനുകൂല്യത്തിൽ വിട്ടയക്കാന്നുള്ള തീരുമാനം വന്നേക്കുന്നത്. ഈ വേണമെങ്കിൽ നോക്കിക്കോളൂ, അന്ന് മുതൽ ഇന്ന് വരെ പുറത്തിറങ്ങിയേക്കുന്ന ആളുകൾ ഈ പ്രത്യേക ഈ സർക്കാരിൻ്റെ തീരുമാനപ്രകാരം രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മതപുരോഹിതരോ മതത്തിൻ്റെ അനുയായികളോ ആരെങ്കിലുമൊക്കെ തന്നെയാണ്. അല്ലാതെ മറ്റൊരു കുറ്റവാളിയെ വിട്ട് വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഇതിനു വേണ്ടി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പിന്നീട് ചാമക്കാല എങ്ങനെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞില്ല, ഗണേഷ് കുമാറിൻ്റെ താല്പര്യം അനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ചാമക്കാലയുടെ എന്താണ് ഈ നേതാവായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബാലകൃഷ്ണനുള്ള ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ബാലകൃഷ്ണനുള്ള ഇടമലയാർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അച്യുതാനന്ദൻ്റെ കാലത്ത് അല്ലേ ജയിലിലാക്കി. പിന്നീട് മുഖ്യമന്ത്രി ആയി ഉമ്മൻചാണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രത്യേക അധികാരം വെച്ച് ബാലകൃഷ്ണപിള്ള പുറത്തു വന്നില്ലേ. അന്ന് അതിന് പറയാൻ കാരണം ബാലകൃഷ്ണപിള്ളയുടെ രക്തത്തിൽ ചെമ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ വിദഗ്ധ ചികിത്സ വേണം, പുറത്തു കൊണ്ടുവരണം. പിന്നീട് ഈ പുറത്തു വന്നതിന് ശേഷം പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ ഈ രക്തത്തിൽ ചെമ്പിൻ്റെ അളവ് കണ്ടിട്ടില്ല. അപ്പോൾ ചെമ്പ് തെളിഞ്ഞു. അവിടെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയക്കാർ അവരുടെ താല്പര്യപ്രകാരം നടപ്പാക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവരേത് അവിടെ ഇടത് വലുതൊന്നും വ്യത്യാസമില്ലെന്നേ. അവരേത് മാർഗവും സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. ഇത് ഒരു കാരണവർ വധക്കേസിലെ ഷെറിനെ മോചിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഷെറിനല്ല, വേറെ ഏതെങ്കിലും ഒരു കുറ്റവാളിയാവട്ടെ, നിയമാനുസൃതമായ അല്ലെങ്കിൽ മാനുഷികാവശങ്ങളൊക്കെ അവർക്ക് കിട്ടട്ടെ, വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. അവർക്ക് അതിനുള്ള അർഹതയുണ്ടെങ്കിൽ അവർ ഷെറിനെ വിടുന്നു എന്ന് പറയുമ്പോൾ ഷെറിനേക്കാൾ ആവശ്യത അനുഭവിക്കുന്ന ആളുകൾ, നല്ല നടപ്പിൻ്റെ ആനുകൂല്യം കിട്ടിയ ആളുകളെ അവരെ കൂടി പരിഗണിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കാൻ നമ്മൾ പറയുന്നില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ പൊതുജന സമൂഹത്തിന് മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ
ഇത് ഇവർ മാത്രം വിചാരിച്ച നടപടിയുള്ള കേസല്ല. എന്തായാലും രാജ്ഭവനിൽ ഇരിക്കുന്ന ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരമാധികാരമുണ്ട്. ഏതായാലും ഗവർണർക്ക് ഈ TP കേസിൽ പ്രതികളെ വിടുന്നതിന് ഒരു വഴിയൊരുക്കാനാണ് എന്നുള്ള എന്തായാലും അദ്ദേഹത്തിന് അല്ല ഒരു സൂചന കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പിണറായി വിജയന്റെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാരണവശാലും ചൂട്ടുപിടിക്കുന്ന ആളായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന TP വധക്കേസിലെ പ്രതികളെ വല്ലാണ്ട് ഈ ഭരണാധികാരികൾ ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നമ്മൾ ആരെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. പിന്നെ അതിൻ്റെ അവസാനത്തിലിരിക്കുന്ന ആൾ ഭയക്കുന്നുണ്ട്, ഈ ഭരണം ഭയക്കുന്നുണ്ട്. അതുതന്നെയാണ് അത്രമേൽ ശൂഷ്കാന്തി അവരുടെ മേലുള്ളതെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ഭയപ്പാട് അവർക്ക് എന്തായാലും ഉണ്ട്. കാരണം രണ്ടാം വട്ടം ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയിട്ടും ഞങ്ങളെ പുറത്തുവിടാനുള്ള തീരുമാനങ്ങളൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സംശയം ഇപ്പോഴും TP ചന്ദ്രശേഖരൻ വധുവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകൾക്കുണ്ട്. അവർ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അതിൻ്റെ പ്രകടനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ജയിലിൽ നടത്തുന്നുണ്ടല്ലോ. അത് നമ്മൾ തന്നെ പലപ്പോഴും അത് വാർത്ത ചെയ്തിട്ടുണ്ട് ഇല്ലേ? കൊടിസിനി വേറെ ജോലിയിലേക്ക് മാറ്റുന്നത് ഇല്ലേ? പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് നിയമവൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ചു വിടാനുള്ള ഒരു തന്ത്രം, അത് ശരിക്കും എന്റെ കള്ളം പൊളിഞ്ഞു എന്ന് തന്നെ നമുക്ക്. ഈ അനിയത്തിയും ചേട്ടത്തിയൊക്കെ തിരിച്ചറിയാൻ ഗവർണർ ആർലേക്കർക്ക് അറിയാം. ആർലേക്കർ ഒപ്പിട്ടാലേ നടക്കുള്ളൂ. ഏതായാലും സോപ്പിംഗ് ഒന്നും നടക്കില്ല. കാര്യം ആർലേക്കർ ആദ്യം പോയി ഒന്ന് സോപ്പിട്ടു, ഒന്നും നടക്കില്ല. ആ പിയേഴ്സ് സോപ്പൊക്കെ ഇട്ടു, പക്ഷെ അത് നടക്കില്ല. നമുക്ക് നോക്കാം പ്രതിഭേ എങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ഈ ഒരു കാര്യം എന്നല്ല, നമ്മള് പല കേസുകളിലും ഇങ്ങനെ ഇവരുടെ തന്ത്രങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ശിക്ഷ ഇളവ് ചെയ്തൊക്കെ പുറത്തേക്ക് വിടണമെങ്കിൽ നയപരമായിട്ടുള്ള തീരുമാനം സർക്കാർ അങ്ങനെ മന്ത്രിസഭാ തലത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ട് മാത്രം നടപ്പാകില്ല. ഇതിൽ ഗവർണർ ഒപ്പുവെച്ചാലേ നിയമമാവുള്ളൂ. അത് പ്രാബല്യത്തിൽ വരും. അപ്പൊ എന്തായാലും ഇത് ഗവർണറുടെ കയ്യിലിരിക്കുന്നതാണ്. ഈ പന്ത് ഗവർണറുടെ കോർട്ടിലാണ്. ഏതായാലും പറഞ്ഞ് അവസാനിപ്പിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. ഗവർണർ അനുചിതമായ യാതൊരു തീരുമാനത്തിലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനക്കാരൻ തന്നെയാണ്. എന്തായാലും ഇത് നമുക്ക് കണ്ടറിയാം.